കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഇൻ്റർനാഷണൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ, വ്യവസായ എക്സിബിഷൻ സംഘടിക്കപ്പെടുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത ഈ വർഷം നമുക്ക് കേരളത്തിനുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യവസായ സൗഹൃദ പരിഷ്കരണ നിയമങ്ങളിൽ കേരളം ഒന്നാമതെത്തി നിൽക്കുകയാണ്. അതിനൊരു പ്രസക്തി വളരെ വലുതാണ്. ഈ സമയത്ത് കേരളത്തിലെ തന്നെയുള്ള ധാരാളം സംരംഭകർ മുന്നോട്ട് വരാനുണ്ട്. അവരെ ഒന്ന് ആകർഷിക്കുക, വ്യവസായ രംഗത്തേക്ക് ആകർഷിക്കുക. അതുപോലെ കേരളത്തിന് വെളിയിലുള്ള വ്യവസായികളെ കേരളത്തിലേക്ക് ആകർഷിക്കുക. നമുക്കിനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൊഴിൽ മേഖലയും നമ്മുടെ സാമ്പത്തിക മേഖലയും നമുക്ക് വലുതാക്കിയെടുത്ത് ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് MSME സെക്ടർ, ഞങ്ങൾ ചെറുകിട വ്യവസായ അസോസിയേഷൻ എന്ന പേരുണ്ടെങ്കിലും അത് 1961 പേരാണ്. അന്നത്തെ പേരാണ് ചെറുകിട വ്യവസായം. ഇന്നത്തെ അതിൻ്റെ പേര് MSME സെക്ടർ, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം സെക്ടർ. ഇതിനെ പ്രതിദാനം ചെയ്യുന്ന, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 4 ലക്ഷത്തോളം കേരളത്തിലെ വ്യവസായ സംരംഭരെ പ്രതിദാനം ചെയ്യുന്ന ഒരു വലിയ സംഘടനയാണ് ഞങ്ങൾ. എറണാകുളത്താണ് ഞങ്ങളുടെ, കളമശ്ശേരിയിലാണ് ഞങ്ങളുടെ മെയിൻ ഹെഡ് ഓഫീസ്. എല്ലാ ജില്ലകളിലും 14 ജില്ലകളിലും ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഓഫീസുകളും ജില്ലാ കമ്മിറ്റിയും ജനറൽ കൗൺസിൽ അംഗങ്ങളുണ്ട്. ഏകദേശം 25,000 അംഗങ്ങളാണ് ഞങ്ങളുടെ മെമ്പർഷിപ്പിലുള്ളത്. ഇപ്പോൾ ഇത്രയും വലിയൊരു സംഘടന നിലയിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട്. ഇതിനകത്ത് ഏകദേശം ഞങ്ങൾ 6 സെമിനാറുകളും സിമ്പോസിയങ്ങളും കോൺക്ലേവുമാണ് സംഘടിപ്പിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഞങ്ങൾ ഒരു മീഡിയ കോൺക്ലേവ്, അതായത് ഡിസംബർ 13 ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു മീഡിയ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നുണ്ട്. അതിനകത്ത് എറണാകുളം ബേസ് ചെയ്തിട്ടുള്ള എല്ലാ പത്രത്തിൻ്റെയും പ്രധാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ വിളിച്ചുകൂട്ടി അവരുടെ മുന്നിൽ വെച്ച് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് അനീഷ്, അതുപോലെ KSIDCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ കേരളത്തിലെ വ്യവസായ സൗഹൃദ പരിഷ്കരണങ്ങളെക്കുറിച്ചും ഇവിടുത്തെ വ്യവസായങ്ങളെ നേരിടുന്ന കാര്യങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യും. മാധ്യമങ്ങളുമായിട്ടും അതുപോലെ അവിടെ ഞങ്ങൾ കേരളത്തിലെ വ്യവസായികളെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ വ്യവസായികളുമായിട്ട് ഒരു സമ്മേളനം, ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്ന് തീർച്ചയായിട്ടും അത് ആദ്യമായിട്ടാണ് ഒരു വ്യവസായികളും വ്യവസായ വകുപ്പും അതുപോലെ പത്രമാധ്യമങ്ങളിൽ ചേർന്നിട്ടുള്ള ഒരു മീഡിയ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ ഫൈനാൻസിനെ കുറിച്ച്, കേരളത്തിലെ വ്യവസായികൾക്ക് ആവശ്യമായിട്ടുള്ള ഫൈനാൻസ് സ്കീംസിനെ കുറിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, മറ്റ് ബാങ്കുകൾ, അതുപോലെ MSME ഇൻസ്റ്റിറ്റ്യൂട്ട്, മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ MSME ഇൻസ്റ്റിറ്റ്യൂട്ട്, അവരുടെ സഹായങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള സ്കീമുകളും പ്രോഗ്രാമുകളും നടത്തുന്നുണ്ട്. പിന്നെ KSIDCയുടെ സ്കീം, ഇങ്ങനെയുള്ള 6ഓളം ഞങ്ങൾ വിവിധ കോൺക്ലേവുകളും സെമിനാറുകളും സിമ്പോസിയങ്ങളും ഈ എക്സിബിഷൻ അനുബന്ധിച്ച് നടത്തുന്നുണ്ട്. ഇതൊരു വലിയ വിജയമാക്കുന്നതിന് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ പ്രസ് റിലീസിനകത്ത് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇത് ഓൺലൈനിലായിട്ടും ഞങ്ങളിതെല്ലാ പത്രങ്ങളിലേക്കും അയച്ചു തരുന്നതാണ്. ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വന്നാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. 13 രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിലും മുഖ്യമന്ത്രിയുടെ സൗകര്യാർത്ഥം 14 വൈകുന്നേരത്താണ് ഉദ്ഘാടന ചടങ്ങ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് വ്യവസായ വകുപ്പ് മന്ത്രിയും മിനിസ്റ്റർ രാജീവും അതുപോലെ മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് പങ്കെടുക്കുന്നുണ്ട്. KN ബാലഗോപാലാണ് ധനകാര്യ വകുപ്പിൻ്റെ ആ സെമിനാർ സിമ്പോസിയം ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ സമാപന സമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇതുകൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സീനിയർ ഓഫീസേഴ്സ്, പിന്നെ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രകാശ്, പിന്നെ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ടാണ് നേരത്തെ ഞങ്ങളുടെ യൂണിയൻ മിനിസ്റ്റർ മാഞ്ചിയും അതുപോലെ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യനും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്നതുകൊണ്ട് തൽക്കാലം പേര് വെക്കേണ്ട, പക്ഷേ അവർ എത്തിക്കൊള്ളാവുന്ന ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും അവർ കൂടി പങ്കെടുക്കുമെന്നറിയാം. എന്തായാലും നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും തൊഴിൽ മേഖലയ്ക്കും ശക്തി പകരുന്ന ഏറ്റവും വലിയ മേഖലയായിട്ടുള്ള, ഒരു പക്ഷേ കാർഷിക മേഖലയ്ക്ക് അത്രയും കൂടുതൽ വളരാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് തൊഴിൽ മേഖല, നമ്മുടെ MSME ചെറുകിട വ്യവസായ മേഖല നമുക്ക് ശക്തിപ്പെടുത്തുവാൻ ഈ എക്സിബിഷൻ വളരെയധികം സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഞങ്ങളെ ഒരു ആത്മവിശ്വാസം നൽകുന്നതിന്, ഈ എക്സിബിഷനെ വിജയിപ്പിക്കുന്നതിന് ധാരാളം വ്യവസായ സംരംഭകരെ ഈ എക്സിബിഷനിലേക്ക് നമുക്ക് ആകർഷിക്കണം. അവർ വന്ന് പുതിയ മിഷനറികൾ, പുതിയ ഉൽപ്പന്നങ്ങൾ, പുതിയ ടെക്നോളജി, ഇന്നവേഷൻസ്, പ്രോജക്ട്സ് ഇവയെല്ലാം കണ്ട് അവർക്കൊരു ആവേശം, ഒരു പ്രൊമോഷൻ, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നതിന് വേണ്ടി എക്സിബിഷൻ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിന് കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാ വകുപ്പുകളും ഞങ്ങളോടൊപ്പം ഉണ്ട്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകുപ്പുകളും ഞങ്ങളോടൊപ്പം ഉണ്ട്. അതിനേക്കാൾ ഉപരി ഞങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് കേരളത്തിലെ ദൃശ്യമാധ്യമ പത്രമ സുഹൃത്തുക്കളെയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള വളരെ ഒരു ശക്തമായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഒരു സഹകരണം, ആത്മാർത്ഥമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ല രീതിയിൽ ഇത് കേരളത്തിലെ എല്ലാ എഡിഷൻസിലും ഇതിൻ്റെ വാർത്ത എത്തിക്കുന്ന രീതിയിൽ നല്ല ഒരു പ്രതികരണം, സഹായം ഉണ്ടാവണമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.